നമസ്കാരം. ധനുഷ് പി എസ് സി ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി വരാൻ പോകുന്ന കേരള പി എസ് സിയുടെ എക്സാമുകൾക്ക് വേണ്ടി നമുക്ക് ആവർത്തന ചോദ്യങ്ങൾ നോക്കാം. ഫൈനൽ ആൻസർ കീ പ്രകാരമാണ് നമ്മൾ ചോദ്യങ്ങൾ നോക്കുന്നത്. അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 എക്സാമിനേഷൻ്റെ ഫൈനൽ ആൻസർ കീയാണ് നോക്കുന്നത്. അപ്പോൾ അതിലേക്ക് നോക്കാം. പോവാം. ഫസ്റ്റ് വൺ, ശ്രീ ചിത്തിര തിരുനാൾ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി. ശ്രീ ചിത്തിര തിരുനാൾ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി എന്നാണ്. ആൻസർ നവംബർ 12, 1936. ശ്രീ ചിത്തിര തിരുനാൾ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി എന്നാണ് നവംബർ 12, 1936. അടുത്തത്, കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്ന ഈഴവ ജനതയെ പ്രതിനിധീകരിച്ച് ആരംഭിച്ച കേരള കൗമുദി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? കേരള കൗമുദി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഈഴവ ജനതയെ പ്രതിനിധീകരിച്ച് ആരംഭിച്ച കേരള കൗമുദി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ സി വി കുഞ്ഞിരാമൻ. സി വി കുഞ്ഞിരാമൻ. സി വി കുഞ്ഞിരാമൻ. കേരള കൗമുദി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? സി വി കുഞ്ഞിരാമൻ. സി വി കുഞ്ഞിരാമൻ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ 1957 കലാപത്തിൻ്റെ പരിണതഫലം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ, ഗവർണർ ജനറൽ തുടർന്ന് വൈസ്രോയി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടും. കലാപം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണത്തിന് വിരാമമിട്ടു. കമ്പനി ചാർട്ടർ 20 വർഷത്തേക്ക് പുതുക്കപ്പെട്ടു. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന പദവി സൃഷ്ടിക്കപ്പെട്ടു. ചോദ്യം, 1957 കലാപത്തിൻ്റെ പരിണത ഫലം അല്ലാത്തത് ഏതെന്നാണ്? ആൻസർ ഓപ്ഷൻ സി, കമ്പനി ചാർട്ടർ 20 വർഷത്തേക്ക് പുതുക്കപ്പെട്ടു. അതാണ് അല്ലാത്ത ഫലം. നെക്സ്റ്റ് നോക്കാം. തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുടെ വിദേശ നയ തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ, ചേരിചേരാ നയം. ബി, സമാധാനപരമായ സഹവർത്തിത്വം. സി, അന്തർദേശീയ സമാധാനം ഊട്ടി ഉറപ്പിക്കുക. ഡി, മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള ഇടപെടലും പരിഹരിക്കലും. ഇതിൽ ഇന്ത്യയുടെ വിദേശ നയ തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. മറ്റ് രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിലും ഇടപെടലും പരിഹരിക്കപ്പെടലുമാണ് ഇന്ത്യയുടെ വിദേശ തത്വങ്ങളിൽ ഉൾപ്പെടാത്തത്. നമ്മൾ പഠിക്കുമ്പോൾ ചേരിചേരാ നയം, സമാധാന സഹവർത്തിത്വമൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ? അന്തർദേശീയ സമാധാനം പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ഓപ്ഷൻ ഡി ആണ് ചേരാത്ത. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരുന്നത്, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ ഉൾപ്പെടാത്ത താഴ്ത്തന്നിരിക്കുന്ന പ്രസ്താവന ഏതാണ്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ ഉൾപ്പെടാത്ത താഴ്ത്തന്നിരിക്കുന്ന പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ, ബാർബോൺ രാജാക്കന്മാരുടെ സ്വച്ഛാധിപത്യ ഭരണത്തിന് അവസാനം കുറിച്ചു. ബി, മധ്യവർഗ സമൂഹത്തിൻ്റെ അവസ്ഥ മാറ്റമില്ലാതെ തുടർന്നു. സി, പള്ളികളുടെ അധിശത്വത്തിന് കുറവുണ്ടായി. ഡി, മനുഷ്യാവകാശ പ്രഖ്യാപനം. ആൻസർ ഓപ്ഷൻ ബി ആണ്. മധ്യവർഗ സമൂഹത്തിൻ്റെ അവസ്ഥ മാറ്റമില്ലാതെ തുടർന്നു. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്ത എന്താണ്? ആൻസർ മധ്യവർഗ സമൂഹത്തിൻ്റെ അവസ്ഥ മാറ്റമില്ലാതെ തുടർന്നു എന്നാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അവസ്ഥയ്ക്കൊപ്പം നമുക്ക് നോക്കാം, എന്തൊക്കെ പഠിച്ചു വയ്ക്കാം. ഒന്ന്, ബാർബോൺ രാജാക്കന്മാരുടെ സ്വേച്ഛാധിപത്യ ഭരണത്തിന് അവസാനം കുറിച്ചു. അടുത്തത്, പള്ളികളുടെ അധിശത്വത്തിന് കുറവുണ്ടായി. നെക്സ്റ്റ്, മനുഷ്യാവകാശ പ്രഖ്യാപനം. ഇതൊക്കെ നമ്മൾ ഫ്രഞ്ച് വിപ്ലവം പഠിക്കുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് അറിയാത്ത കാര്യം ഇപ്പോൾ എന്തായിരിക്കണം? മധ്യവർഗ സമൂഹമാണ്. നമ്മളത് ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നിർദ്ദിഷ്ട ആഴക്കടൽ തുറമുഖമായ വാധ്വാൻ ഏത് സംസ്ഥാനത്താണ്? വാധ്വാൻ ഏത് സംസ്ഥാനത്താണ്? ആൻസർ മഹാരാഷ്ട്ര. വാധ്വാൻ മഹാരാഷ്ട്രയിലാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഭൂമിയുടെ മാൻറ്റിൽ കോർ അതിർത്തിയെ വേർതിരിക്കുന്ന സംക്രമണ മേഖല. ഭൂമിയുടെ മാൻറ്റിൽ കോർ അതിർത്തിയെ വേർതിരിക്കുന്ന സംക്രമണ മേഖല ഏതാണ്? ആൻസർ ഗുട്ടൻബർഗ് വിച്ഛിന്നത. ഗുട്ടൻബർഗ് വിച്ഛിന്നതയാണ്. ഭൂമിയുടെ മാൻറ്റിൽ കോർ അതിർത്തിയെ വേർതിരിക്കുന്ന സംക്രമണ മേഖല ഏതാണ്? ഗുട്ടൻബർഗ് വിച്ഛിന്നതയാണ്. അടുത്തത്, ഒരു പ്രദേശത്തിൻ്റെ ആപേക്ഷിക ആർദ്രത അളക്കാൻ ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ നാമം എന്താണ്?
ഒരു പ്രദേശത്തിൻ്റെ ആപേക്ഷിക ആർദ്രത അളക്കാൻ ഏറ്റവും സാധ്യത ആപേക്ഷിക ആർദ്രത അളക്കാനാണ് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ആപേക്ഷിക ആർദ്രത. ഉപകരണം ഏതാണ്? ഹൈഗ്രോമീറ്റർ. ആപേക്ഷിക ആർദ്രതയ്ക്ക് ഹൈഗ്രോമീറ്ററാണ് ഉപയോഗിക്കുക. ഹൈഗ്രോമീറ്റർ. ആപേക്ഷിക ആർദ്രത ഹൈഗ്രോമീറ്ററാണ്. അടുത്തത് താഴെ പറയുന്നവയിൽ കുറോഷിയോ സമുദ്ര ജലപ്രവാഹത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതെല്ലാമാണ്? കുറോഷിയോ ആൻസർ നമുക്ക് നോക്കാം. ആൻസർ ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. കുറോഷിയോ സമുദ്രജലപ്രവാഹത്തെക്കുറിച്ച് ശരിയായവ ഏതൊക്കെയാണ്? 2ാമത്തേതും 3ാമത്തേതുമാണ്. കുറോഷിയോ സമുദ്രജലപ്രവാഹം ജപ്പാൻ്റെ കിഴക്കൻ തീരപ്രദേശത്തു കൂടി ഒഴുകുന്ന ഒരു ഉഷ്ണജല സമുദ്രപ്രവാഹമാണ് കുറോഷിയോ. ഇത് ബ്ലാക്ക് കറണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒന്നുകൂടി നോക്കാം. കുറോഷിയോ സമുദ്രജല പ്രവാഹം എങ്ങനെയൊക്കെയാണ് നോക്കിക്കോളൂ. 1. ജപ്പാൻ്റെ കിഴക്കൻ തീരപ്രദേശത്തു കൂടി ഒഴുകുന്ന ഒരു ഉഷ്ണജല സമുദ്ര പ്രവാഹമാണെന്ത്? കുറോഷിയോ. അതുകൂടാതെ തന്നെ ഇത് ബ്ലാക്ക് കറണ്ട് എന്ന പേരിലും അറിയപ്പെടുന്നു. ആര്? കുറോഷിയോ. ബ്ലാക്ക് കറണ്ട് എന്ന പേരിലും അറിയപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിശാസ്ത്രപരമായ ഒരു വസ്തുവിൻ്റെ സ്വഭാവവും സവിശേഷതകളും സൂചിപ്പിക്കുന്ന ഡാറ്റയുടെ പേരെന്താണ്? ഭൂമിശാസ്ത്രപരമായ ഒരു വസ്തുവിൻ്റെ സ്വഭാവവും സവിശേഷതകളും സൂചിപ്പിക്കുന്ന ഡാറ്റയുടെ പേരെന്താണ്? നോൺ സ്പേഷ്യൽ ഡാറ്റ. നോൺ സ്പേഷ്യൽ ഡാറ്റ. സ്വഭാവവും സവിശേഷതയും നോൺ സ്പേഷ്യൽ ഡാറ്റയാണ്. ഒരു വസ്തുവിൻ്റെ സ്വഭാവവും സവിശേഷതകളും സൂചിപ്പിക്കുന്ന ഡാറ്റയുടെ പേരെന്താണ്? നോൺ സ്പേഷ്യൽ ഡാറ്റ. നോൺ സ്പേഷ്യൽ ഡാറ്റ. നെക്സ്റ്റ്, വടക്ക് പടിഞ്ഞാറുള്ള സത്ലജ് നദീതടം മുതൽ തെക്ക് കിഴക്കുള്ള യമുന നദീതടം വരെ വ്യാപിച്ചു കിടക്കുന്ന ഉത്തര ഭാരതത്തിലെ സമതലം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? വടക്ക് പടിഞ്ഞാറുള്ള സത്ലജ് നദീതടം മുതൽ തെക്ക് കിഴക്കുള്ള യമുന നദീതടം വരെ, സത്ലജ് മുതൽ യമുന വരെ വ്യാപിച്ചു കിടക്കുന്ന ഉത്തര ഭാരതത്തിലെ സമതലം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? പഞ്ചാബ് ഹരിയാന സമതലം. പഞ്ചാബ് ഹരിയാന സമതലം. അപ്പോൾ വടക്ക് പടിഞ്ഞാറുള്ള സത്ലജ് നദീതടം മുതൽ തെക്ക് കിഴക്കുള്ള യമുന നദീതടം വരെ വ്യാപിച്ചു കിടക്കുന്ന ഉത്തര ഭാരതത്തിലെ സമതലം എന്ത് പേരിൽ അറിയപ്പെടുന്നു? പഞ്ചാബ് ഹരിയാന സമതലം. അടുത്തത്, 2024 നവംബർ 18, 19 തീയതികളിൽ G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച നഗരം ഏതാണ്? 2024 നവംബർ 18, 19 തീയതികളിൽ G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച നഗരം ഏതാണ്? റിയോ ഡി ജനീറോ. റിയോ ഡി ജനീറോ, ബ്രസീൽ. റിയോ ഡി ജനീറോ ബ്രസീലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അവസാന പഞ്ചവത്സര പദ്ധതിയുടെ വിശാലമായ കാഴ്ചപ്പാട് താഴെ പറയുന്നവയിൽ ഏതാണ്? വിശാലമായ കാഴ്ചപ്പാട്. അവസാന പഞ്ചവത്സര പദ്ധതിയുടെ വിശാലമായ കാഴ്ചപ്പാട് ഏതാണ്? ആൻസർ വേഗമേറിയതും സുസ്ഥിരവും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായ വളർച്ചയാണ്. അവസാന പഞ്ചവത്സര പദ്ധതിയുടെ കാഴ്ചപ്പാട് എന്താണ്? വേഗമേറിയതും സുസ്ഥിരവും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായ വളർച്ചയായിരുന്നു അതിൻ്റെ ലക്ഷ്യം. അടുത്തത്, പുതിയ കാർഷിക തന്ത്രം താഴെ പറയുന്നവയിൽ എന്തിനെക്കുറിച്ചാണ്? പുതിയ കാർഷിക തന്ത്രം താഴെ പറയുന്നവയിൽ ഏതിനെക്കുറിച്ചാണ്? പുതിയ കാർഷിക തന്ത്രം. ആൻസർ മുകളിൽ പറഞ്ഞവയെല്ലാം എന്നാണ്. ഏതൊക്കെയാണത്? ചില പ്രത്യേക വിളകളുടെ ഏക്കറിലെ വിളവ് വർധനവ്. നെക്സ്റ്റ്, ഒന്നിലധികം വിളകൾ പ്രോത്സാഹിപ്പിക്കൽ. ഒന്നിലധികം വിളകൾ പ്രോത്സാഹിപ്പിക്കൽ. നെക്സ്റ്റ് വൺ, നിർദ്ദിഷ്ട വിളകൾക്ക് ആധുനിക കാർഷിക രീതികൾ ഉപയോഗിക്കുക. ഇതെല്ലാം പുതിയ കാർഷിക തന്ത്രത്തിൻ്റെ ഫലങ്ങളാണ് വരുന്നത്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ ജൈവ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ പൂർണ്ണ ജൈവ സംസ്ഥാനം ഏതാണ്? പൂർണ്ണ ജൈവ സംസ്ഥാനം ഏതാണ്? സിക്കിം ഏതാണ്? പൂർണ്ണ ജൈവ സംസ്ഥാനം ഏതാണ്? സിക്കിമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, GST നഷ്ടപരിഹാരവും ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? ശരിയെടുത്ത പ്രസ്താവന ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ശരി വരും. നമുക്ക് നോക്കാം. GST ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കുറച്ച് ഫാക്ട്സ് പഠിക്കാം. അതൊക്കെയാണ് വരുന്നത്. 1,
GST പറയുമ്പോൾ പുതിയതും പഴയതുമായ നികുതി വ്യവസ്ഥയിലെ വ്യത്യാസത്തിൽ നിന്ന് സംസ്ഥാനങ്ങളെ സംരക്ഷിക്കുന്നതിനാണ് നഷ്ടപരിഹാര പദ്ധതികൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അടുത്തത് GSTയുടെ അന്തർ സംസ്ഥാന വിതരണത്തിലെ വ്യത്യാസങ്ങൾ മറികടക്കാൻ സംസ്ഥാനങ്ങളെ സഹായിക്കുക എന്നതായിരുന്നു നഷ്ടപരിഹാര ക്രമീകരണത്തിൻ്റെ ലക്ഷ്യം. ഓക്കെ, ഇത് രണ്ടും നമുക്ക് GST പഠിക്കുമ്പോൾ ഓർക്കുമ്പോൾ അതിൻ്റെ കൂടെ ഓർത്തിരിക്കാം. അത് രണ്ടും ഓർമ്മയുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ ഓപ്ഷൻ ബി നമുക്ക് ആൻസർ എഴുതാൻ പറ്റുന്നുള്ളൂ. നെക്സ്റ്റ് വരുന്നത് 1991 ജൂലൈ മുതൽ പുതിയ സാമ്പത്തിക നയത്തിന് കീഴിലുള്ള പ്രധാന നയം എപ്പോഴാണ് പ്രാബല്യത്തിൽ വന്നത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി, 1991 1 ജൂലൈ മുതൽ പുതിയ സാമ്പത്തിക നയത്തിന് കീഴിലുള്ള പ്രധാന നയം എപ്പോഴാണ് പ്രാബല്യത്തിൽ വന്നത്? ആൻസർ ഓപ്ഷൻ സി, സ്ഥിരത നയവും ഘടനാപരമായ പരിഷ്കരണ നയവുമാണ്. സ്ഥിരത നയവും ഘടനാപരമായ പരിഷ്കരണ നയം. അതായത് 1991 ജൂലൈ മുതൽ പുതിയ സാമ്പത്തിക നയത്തിന് കീഴിലുള്ള പ്രധാന നയം എപ്പോൾ പ്രാബല്യത്തിൽ വന്നു? എപ്പോൾ മുതലാണ് സ്ഥിരത നയമായിട്ടും ഘടനാപരമായ പരിഷ്കരണ നയവും വന്നപ്പോഴാണ് 91 ജൂലൈ മുതൽ പുതിയ സാമ്പത്തിക നയം വരുന്നത്. നെക്സ്റ്റ് വൺ, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെൻ്ററിൻ്റെ IFSCയുടെ ലക്ഷ്യം എന്താണ്? ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെൻറ്റർ IFSCയുടെ ലക്ഷ്യം എന്താണ്? ആൻസർ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ എ, അന്താരാഷ്ട്ര ധനകാര്യ സേവനങ്ങൾക്ക് അനുയോജ്യമായ ഒരു അധികാര പരിധിയായി ഇന്ത്യ ഉയർന്നു വരുന്നത് സുഗമമാക്കാം. ഒന്നുകൂടി, അന്താരാഷ്ട്ര ധനകാര്യ സേവനങ്ങൾക്ക് അനുയോജ്യമായ ഒരു അധികാര പരിധിയായി ഇന്ത്യ ഉയർന്നു വരുന്നത് സുഗമമാക്കുക എന്നതാണ് IFSCയുടെ ലക്ഷ്യം. ഇന്ത്യക്ക് പുരോഗമനം ഉണ്ടാക്കുക എന്നതാണ് IFSCയുടെ ലക്ഷ്യം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ശരിയല്ലാത്ത ആൻസർ ഓപ്ഷൻ ഡി ആണ്. ശരിയല്ലാത്ത മീൻസ് 1, 2, 3 ശരി, 4 ശരിയല്ല. പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏതാണ്? പറഞ്ഞേക്കുന്നത് ശരിയല്ലാത്തത് അപ്പോൾ എന്താണ്? അപ്പോൾ 4 മാത്രമാണ് നമുക്ക് ശരിയായ പ്രസ്താവന അല്ലേ? ഈ 3 ശരിയാണെന്നുള്ള പ്രസ്താവന ശരിയല്ലാത്ത ചോദിച്ചേക്കുമല്ലേ? അപ്പോൾ ശരിയല്ലാത്തത് ഇവിടെ ശരി പറയുമ്പോൾ അതാണ് ഉത്തരം. ഡോക്ടർ BR അംബേദ്കറിൻ്റെ ഭരണഘടനാ അസംബ്ലി പ്രസിഡൻ്റായി നിയമിച്ചത് നമുക്കറിയാവുന്ന കാര്യമാണ്. പഠിക്കേണ്ട ഫാക്റ്റ് അത് തന്നെയാണ്. ഇതിൻ്റെ ആൻസർ നമുക്ക് 19ൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ് 19ൻ്റെ ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി ആണ് 19ൻ്റെ ആൻസർ. ഒന്നുകൂടി അത് ചിന്തിരിച്ചെന്നൊന്ന് വായിക്കണം. ഓപ്ഷൻ ഡി ആണ് 19ൻ്റെ ആൻസർ. ഈ 4 നമ്മൾ വായിക്കുമ്പോഴത്തേക്കിനും ഇത് 3 ശരിയെന്നുള്ളത് തെറ്റാണ്. അതാണ് ശരിയില്ലെന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? 16ാം ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ അരവിന്ദ് പനഗരിയ. ഡോക്ടർ അരവിന്ദ് പനഗരിയാണ്. ഡോക്ടർ അരവിന്ദ് പനഗരിയ. അടുത്ത ക്വസ്റ്റ്യൻ, മിനി ഭരണഘടന എന്ന നിലയിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ഭേദഗതികളിൽ ഏതാണ് മിനി ഭരണഘടന? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ഭേദഗതികളിൽ ഏതൊക്കെ വരുന്നു? ഏതാണ് ഉൾപ്പെടുന്നത്? ആൻസർ മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല അല്ലേ? 42 ആണെന്ന് നമുക്കറിയാം. മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. ആണെന്ന് നമുക്കറിയാം അല്ലേ? നോക്കട്ടെ. 21ൻ്റെ ആൻസർ അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. 42nd ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അറിയപ്പെടുന്നത് 42nd വരുന്നതാണ്. അതെപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണിത്. അപ്പോൾ ഇവിടെ രണ്ടാമത് നമ്മൾ നോക്കുമ്പോൾ എന്താണ്? രണ്ടാമത്തത് 42 നമുക്ക് ആൻസർ അറിയാം. സോ എങ്ങോട്ട് ആൻസർ നമ്മൾ ഓപ്ഷൻ ഡിയിലേക്ക് മാർക്ക് ചെയ്യപ്പെടുന്നു അല്ലേ? ഓപ്ഷൻ ഡി ആണ് അപ്പോൾ നമ്മളവിടെ മാർക്ക് ചെയ്യേണ്ടത്. ഓപ്ഷൻ ഡിയിലേക്ക് നമ്മൾ മാർക്ക് ചെയ്യണം.
അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന കേസുകളിൽ ഏത് കേസാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി അടിസ്ഥാന ഘടനാ സിദ്ധാന്തത്തെക്കുറിച്ച് വിധിച്ചിരിക്കുന്നത്? അല്ലേ, അത് നമ്മുടെ ടെക്സ്റ്റുകളിലൊക്കെ ധാരാളം എപ്പോഴും കാണുന്ന ചോദ്യമാണ് അല്ലേ. കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ അതിൽ തന്നെ ഉണ്ട് എപ്പോഴും. താഴെ പറയുന്ന കേസുകളിൽ ഏത് കേസാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി അടിസ്ഥാന ഘടനാ സിദ്ധാന്തത്തെക്കുറിച്ച് വിധിച്ചിരിക്കുന്നത്? ഏതാണിത്? കേശവാനന്ദ ഭാരതി കേസ് അല്ലേ, ടെക്സ്റ്റിലുണ്ടത്, റാങ്ക് ഫയലിലൊക്കെ ഉള്ളൊരു കണ്ടൻറ്റാണിത്. കേശവാനന്ദ ഭാരതി കേസാണ്. കേശവാനന്ദ ഭാരതി കേസാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി അടിസ്ഥാന അല്ലേ, സുപ്രീം കോടതി അടിസ്ഥാന ഘടനാ സിദ്ധാന്തത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏതിലാണിത്? കേശവാനന്ദ ഭാരതി കേസാണ്. കേശവാനന്ദ ഭാരതി കേസാണ്. അടുത്ത ചോദ്യം നോക്കാം. ഏത് ഭരണഘടനയാണ് ഇന്ത്യ അടിസ്ഥാന നയത്തിൻ്റെ മൗലിക അവകാശങ്ങളും നിർദ്ദേശ തത്വങ്ങളും അംഗീകരിച്ചത്? ഏത് ഭരണഘടനയിലാണ് ഇന്ത്യ സംസ്ഥാന നയത്തിൻ്റെ മൗലിക അവകാശങ്ങളും നിർദ്ദേശ തത്വങ്ങളും അംഗീകരിച്ചത്? ഏതിലാണ് ആൻസർ? നമുക്കറിയാം എന്താണ്, അമേരിക്കയും ഐറിഷുമാണ്. അമേരിക്കയും ഐറിഷും അല്ലേ, പ്രസ്താവന 1 അമേരിക്കയും ഐറിഷുമാണ് ഇന്ത്യയുടെ സംസ്ഥാന നയത്തിൻ്റെ മൗലിക അവകാശങ്ങളും നിർദ്ദേശ തത്വങ്ങളും അംഗീകരിക്കുന്നത്. നിർദ്ദേശകം ഐറിഷ്, അമേരിക്കയും ഐറിഷും കൂടിയാണിത് അംഗീകരിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന നയത്തിൻ്റെ നിർദ്ദേശ തത്വങ്ങളെക്കുറിച്ച് ഇന്ത്യയുടെ സംസ്ഥാന നയത്തിൻ്റെ നിർദ്ദേശ തത്വങ്ങളെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ നോവൽ ഫീച്ചർ വിശേഷിപ്പിക്കുന്ന ആരാണ്? സംസ്ഥാന നയത്തിൻ്റെ നിർദ്ദേശ തത്വങ്ങളെ ഇന്ത്യൻ ഭരണഘടനയുടെ നോവൽ ഫീച്ചർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? നോവൽ ഫീച്ചർ എന്ന് വിശേഷിപ്പിക്കുന്ന ആരെയാണ്? നോവൽ ഫീച്ചർ എന്ന് പറഞ്ഞേക്കുന്ന ആരാണ്? നോവൽ ഫീച്ചർ എന്ന് പറയുമ്പോൾ അതാരാണ്? ഡോക്ടർ അംബേദ്കറാണ്. ഡോക്ടർ അംബേദ്കർ. അതായത് നിർദ്ദേശ തത്വങ്ങളെയാണ് നോവൽ ഫീച്ചർ എന്ന് ഡോക്ടർ അംബേദ്കർ പറഞ്ഞേക്കുന്നത്. നിർദ്ദേശ തത്വങ്ങളെയാണ് നോവൽ ഫീച്ചർ എന്ന് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത്. അത് വീണ്ടും നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി പ്രതീക്ഷിക്കാവുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്തത്, പൗരത്വത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? പൗരത്വം. ആൻസർ ഓപ്ഷൻ സി ആണ്. പ്രസ്താവന 2 നമ്മൾക്ക് ശരി. ഓപ്ഷൻ സി നമുക്ക് മാർക്ക് ചെയ്യണം. പ്രസ്താവന 2 ശരി എന്ന് പറയുമ്പോഴത്തേക്കിന് അല്ലേ, ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകളിൽ വോട്ടവകാശം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ ഭരണഘടന നൽകത്തുള്ളൂ. വിദേശികൾക്ക് ഈ അവകാശം നിഷേധിക്കുന്നു അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ. ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ ധാരാളം നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. എക്സാം ജൂനിയർ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് 2 എന്നുള്ള എക്സാം ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ധാരാളം വന്നിട്ടുണ്ട്. നെക്സ്റ്റ്, സംസ്ഥാനമോ മറ്റേതെങ്കിലും അതോറിറ്റിയോ നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരാളെ കോടതിയിൽ ഹാജരാക്കാൻ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഒരു ഉത്തരവിൻ്റെ പേരെന്താണ്? നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരാളെ കോടതിയിൽ ഹാജരാക്കുവാൻ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിച്ച ഉത്തരവിൻ്റെ പേരെന്താണ്? ഹേബിയസ് കോർപ്പസ് അല്ലേ. തടങ്കലിൽ വയ്ക്കുക, ഹേബിയസ് കോർപ്പസ്. തടങ്കലിൽ വയ്ക്കുന്നത് ഹേബിയസ് കോർപ്പസ് വഴിയാണ്. നെക്സ്റ്റ് വരുന്ന ചോദ്യം നോക്കാം നമുക്ക്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നതിനുള്ള ഒരു സ്ഥാപനമാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നതിനുള്ള ഒരു സ്ഥാപനമാണ്. നിരീക്ഷിക്കുന്ന സ്ഥാപനം ഏതാണ്? ഏത് സ്ഥാപനമാണത്? ഓംബുഡ്സ്മാനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തെ നിരീക്ഷിക്കാനുള്ള ചുമതല ആർക്കാണ്? ഓംബുഡ്സ്മാൻ അല്ലേ. ഓംബുഡ്സ്മാനെ നിയമിക്കുക എന്ന് പറയില്ലേ, ഓംബുഡ്സ്മാനാണ്. നെക്സ്റ്റ് വരുന്നത്, സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള തൊഴിലന്വേഷകർക്ക് വിദേശ രാജ്യങ്ങളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി കേരള സർക്കാർ താഴെ പറയുന്നവയിൽ ഏതാണ് ഏർപ്പെടുന്നത്? സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള തൊഴിലന്വേഷകർക്ക് വിദേശ രാജ്യങ്ങളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി കേരള സർക്കാർ താഴെ പറയുന്നവയിൽ ഏതാണ് ഏർപ്പെടുത്തുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഒന്നാമത്തത്. അതായത് ഓവർസീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് പ്രൊമോഷൻ കൺസൾട്ടൻറ്റ്, ODEPC അല്ലേ. ODEPC അല്ലേ. ഒഡേപെക് എന്നൊക്കെ തിരിച്ച് പറയുമായിരുന്നു.
ഓവർസീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയീസ് പ്രൊമോഷൻ കൺസൾട്ടൻറ്റ് ODEPC ലിമിറ്റഡ് ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ. നെക്സ്റ്റ് വരുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിൽ പൂർണ്ണമായി നടപ്പിലാക്കിയ വർഷം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പൂർണ്ണമായും നടപ്പിലാക്കിയ വർഷം ഏതാണ്? 2008. ആൻസർ ഓപ്ഷൻ സി 1/4/2008 ആണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് MG ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. നെക്സ്റ്റ് ചോദ്യം, കൗൺസിലിംഗ് നിയമസഹായത്തിലൂടെയും പോലീസ് സഹായത്തിലൂടെയും അവരുടെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ 2021 ഫെബ്രുവരിയിൽ ആരംഭിച്ച വനിതാ ശിശു വകുപ്പിൻ്റെ ഓൺലൈൻ കൺസൾട്ടേഷൻ പരിപാടി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി കാതോർത്ത്. ഓപ്ഷൻ സി കാതോർത്താണ്. അടുത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക വികേന്ദ്രീകൃത പദ്ധതികളുടെ രൂപീകരണത്തിനും നിരീക്ഷണത്തിനുമായി കേരള സർക്കാർ വകുപ്പിനായുള്ള ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ചെടുത്ത പദ്ധതി നിരീക്ഷണ സോഫ്റ്റ്വെയർ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് സുലേഖ സോഫ്റ്റ്വെയർ ആണ് സുലേഖ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വാർഷിക വികേന്ദ്രീകരണ പദ്ധതി രൂപീകരണം അതിനൊക്കെ നിരീക്ഷിക്കാനായിട്ട് കേരള സർക്കാരിൻ്റെ ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ചെടുത്ത പദ്ധതിയാണ് സുലേഖ എന്ന സോഫ്റ്റ്വെയർ. സുലേഖ ഓർക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. അതുപോലെ വാർഷിക വികേന്ദ്രീകൃത പദ്ധതികളെപ്പറ്റിയും നിരീക്ഷിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് സുലേഖയാണെന്ന് ഓർക്കുക. തദ്ദേശവും വികേന്ദ്രീകരണവും. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര് തന്നെയാണ്? ശ്രീ പിണറായി വിജയൻ. എപ്പോഴും അത് CM തന്നെയാണ്. ശ്രീ പിണറായി വിജയനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന അസുഖം ഏതാണ്? വിറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന അസുഖം, ജീവകം ഡി അപര്യാപ്തത മൂലമുണ്ടാകുന്ന അസുഖം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി റിക്കറ്റ്സ് അല്ലേ? മറ്റൊരു പേരിപ്പോൾ എന്താണ് അതിൻ്റെ കണ എന്ന രോഗം അല്ലേ? പറഞ്ഞു പോകാം. C ഡെഫിഷ്യൻസി കൊണ്ട് സ്കർവി ഉണ്ടാകുന്നു. B1 ഡെഫിഷ്യൻസി കൊണ്ട് ബെറിബറി ഉണ്ടാകുന്നു അല്ലേ? നെക്സ്റ്റ് വരുന്നത് ചിക്കൻ പോക്സിൻ്റെ രോഗകാരി ഒരു ഡാഷാണ്. ചിക്കൻ പോക്സിൻ്റെ രോഗകാരി എപ്പോഴും ചെറിയ കുമ്പള പോലെ നമ്മുടെ ദേഹത്ത് പൊങ്ങുന്ന സാധനം ചൂട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുക ചൂട് കാലത്താണ്. അപ്പോൾ ചിക്കൻ പോക്സിൻ്റെ രോഗകാരി ഒരു ഡാഷാണ് അല്ലേ? അതെങ്ങനെ നമ്മൾ സ്പ്രെഡ് ചെയ്യുമെന്ന് നോക്കിയാൽ മതി. ആൻസർ വരും. ആൻസർ എന്താണ്? അതിൻ്റെ വൈറസ് ആണല്ലേ? ഒരാൾക്ക് വന്ന് അടുത്ത ആൾക്കും അത് പകർന്ന് പിടിക്കാറുണ്ട് ചിക്കൻ. അതുകൊണ്ടാണ് അവർ ഒരു റൂം അടച്ചിട്ട് തന്നെയല്ലേ ഇരിക്കുക, പുറത്തിറങ്ങാറില്ല. അപ്പം വളരെ വൈറസ് ആയതുകൊണ്ട് സ്പ്രെഡ് ചെയ്യാൻ വ്യാപിക്കാൻ കൂടുതൽ കാരണമാകും. ചിക്കൻ പോക്സിൻ്റെ രോഗകാരി ഒരു വൈറസാണ്. അടുത്തത് കേരള സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു അവയവദാന പദ്ധതി ഏതാണ്? അവയവദാന പദ്ധതി കേരള സർക്കാർ നിയന്ത്രണത്തിൽ. ആൻസർ നമുക്കെന്ത് പറയാം? മൃതസഞ്ജീവനിയാണ് അല്ലേ? മോഹൻലാൽ അംബാസഡറായിട്ട് വരുന്നത്. നെക്സ്റ്റ്, മനുഷ്യനിൽ പ്രോട്ടീൻ്റെ ദഹനത്തിന് സഹായിക്കുന്ന എൻസൈം. പ്രോട്ടീൻ മാംസത്തിൻ്റെ ദഹനത്തിന് മാംസ്യത്തിൻ്റെ ദഹനത്തിന് സഹായിക്കുന്ന എൻസൈം അല്ലേ? എൻസൈം ഏതാണ്? എൻസൈം ട്രിപ്സിൻ ആണ് അല്ലേ? പ്രോട്ടീൻ എന്താക്കുന്നു? പെപ്റ്റോൺസാക്കി മാറ്റുന്നു. ലിപ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് പറയാം ലിപ്പിഡിനെ അല്ലേ ചെറിയ കണികളാക്കി മാറ്റുന്നതാണ് ലിപ്പേഴ്സ്. മാൾട്ടോസ് അനജത്തെ ദഹിപ്പിക്കുന്നു അല്ലേ? അപ്പോൾ ട്രിപ്സിൻ എന്താണ്? പ്രോട്ടീനെ ദഹിപ്പിക്കാൻ സഹായിക്കുന്ന എൻസൈം. പ്രോട്ടീനെ പെപ്റ്റോൺസും പ്രോട്ടിയേസും ഒക്കെ ആക്കി മാറ്റാറുണ്ട്. പ്രോട്ടീനെ ചെറു കണികളാക്കി പിന്നീടാണ് എന്താ അമിനോ ആസിഡ്സായി മാറുക. പ്രോട്ടീൻ പെപ്റ്റോൺസൊക്കെ ആക്കി മാറ്റുന്ന ആരാണ്? ട്രിപ്സിനാണ്. ട്രിപ്സിൻ എന്ന എൻസൈം. നെക്സ്റ്റ് വരുന്നത് 2024 വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാരം നേടിയതാരാണ്? വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാരം നേടിയത് ആരാണ്? വിക്ടർ ആംബ്രോസും ഗാരി വൂഫ്കോൺ. വിക്ടർ ആംബ്രോസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഐൻസ്റ്റീൻ്റെ അഭിപ്രായത്തിൽ ഫോട്ടോഇലക്ട്രിക് പ്രഭാവം ഇഫക്റ്റിൽ
എന്താണ് നടക്കുക? ഐൻസ്റ്റീൻ പറയുന്നതനുസരിച്ചിട്ട് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇൻഡിസെൻറ്റ് ഫോട്ടോണിൻ്റെ ഊർജത്തിൻ്റെ ഒരു ഭാഗം ലോഹപ്രതലത്തിൽ നിന്ന് ഇലക്ട്രോണിനെ പുറന്തള്ളാൻ ഉപയോഗിക്കുന്നു. ശേഷിക്കുന്ന ഊർജം പുറന്തള്ളപ്പെട്ട ഇലക്ട്രോണിൻ്റെ ഗതികോർജ്ജമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. അല്ലേ? ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവമാണ്. ഫോട്ടോ ലൈറ്റ് എമിറ്റിംഗ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റാണിത്. അതായത് ഇൻഡിസെൻ്റ് പൊട്ടം എന്ന് പറയുമ്പോഴത് വന്ന് പതിക്കുന്ന പ്രോട്ടോണിൻ്റെ ഊർജ്ജത്തിൻ്റെ ഒരു ഭാഗം എന്ത് ചെയ്യുന്നു? ലോഹപ്രതലത്തിൽ നിന്നാണ് ഇലക്ട്രോണിനെ പുറന്തള്ളാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇത് ലോഹമാണെങ്കിൽ ഇവിടേക്ക് പതിക്കുന്ന ആ പ്രോട്ടോൺ ഇൻഡിസെൻ്റ് അതിനെ അവിടെ എന്ത് കഴിവുണ്ട്? അതിന് ഒരു ഇലക്ട്രോണിനെ പുറത്തേക്ക് പ്രവഹിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. ബാക്കി ഊർജ്ജം എന്തിനു ഉപയോഗിക്കുന്നുണ്ട്? ഇലക്ട്രോണിൻ്റെ ഗതികോർജ്ജമായിട്ടും പരിവർത്തനം ചെയ്യപ്പെടുന്നു. അതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഇൻഡിസെൻ്റ് പ്രോട്ടോൺ വന്ന് പതിക്കുമ്പോൾ അവിടുന്ന് ഇലക്ട്രോണിനെ പുറന്തള്ളാൻ സഹായിക്കുന്നവർ ഓർത്തിരുന്നാൽ മതി. നെക്സ്റ്റ്, ഒരു വസ്തു എപ്പോഴും ഏത് ദിശയിലേക്കാണ് നീങ്ങുന്നത്? ഒരു വസ്തു എപ്പോഴും ഏത് ദിശയിലേക്കാണ് നീങ്ങുക? ആൻസർ അതിൻ്റെ വേഗതയുടെ ദിശയിലേക്ക് നീങ്ങുന്നു. അല്ലേ? നോക്കാം. അടുത്തത്, നൽകിയിരിക്കുന്ന ഗ്ലാസ് പ്ലേറ്റിൻ്റെ വസ്തുവിൻ്റെ അപവർത്തന സൂചിക. ഗ്ലാസ് പ്ലേറ്റ് തന്നിട്ടുണ്ട്. ആ വസ്തുവിൻ്റെ അപവർത്തന സൂചിക നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതായത് ഓപ്ഷൻ സി ആണത്. ഉപയോഗിക്കുന്ന പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യത്തെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ അപവർത്തന സൂചിക. തന്നിരിക്കുന്ന ഗ്ലാസ് പ്ലേറ്റിൻ്റെ അവിടെ ഉപയോഗിക്കുന്ന പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യത്തെ ആശ്രയിച്ചിരിക്കും ആ വസ്തുവിൻ്റെ അപവർത്തന സൂചിക എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO EOS 08 ഭൗമ നിരീക്ഷണ ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചത് എന്നാണത് 24-ലാണ് അല്ലേ? ISRO EOS 08 24 ഓഗസ്റ്റ് 16, 2024 EOS 08 ISRO വിക്ഷേപിച്ചതെന്നാണ് ഓഗസ്റ്റ് 16, 2024. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ ആറ്റമിക് നമ്പർ വർധനവിൻ്റെ അടിസ്ഥാനത്തിൽ പീരിയോഡിക് ടേബിളിലെ മൂലകങ്ങളുടെ ശരിയായ ക്രമം എന്താണ്? ആൻസർ ഫസ്റ്റ് വൺ സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ് എന്നാണ് നമുക്ക് നോക്കാം. അല്ലേ? നെക്സ്റ്റ്, കാർബൺ അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് കാർബണിൻ്റെ ഒരു ഡാഷാണ്. ഗ്രാഫൈറ്റ് കാർബണിൻ്റെ ഒരു അലോട്രോപ്പാണ്, മറ്റൊരു രൂപാന്തരമാണ്. അലോട്രോപ്പാണ് ഗ്രാഫൈറ്റ് കാർബണിൻ്റെ ഒരു അലോട്രോപ്പാണ്. അല്ലേ? രൂപാന്തരമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ദ്രവ്യത്തിൻ്റെ വാതകമർദ്ദം അന്തരീക്ഷമർദ്ദത്തിന് തുല്യമായിരിക്കുന്ന താപനില എന്ന് പറയുന്നു. ഒരു ദ്രവ്യത്തിൻ്റെ വാതകമർദ്ദം അന്തരീക്ഷ മർദ്ദത്തിന് തുല്യമായിരിക്കുന്നു. വാതകമർദ്ദവും അന്തരീക്ഷമർദ്ദവും തുല്യമായിരിക്കും താപനിലയെ പറയുന്ന പേരെന്ത് പറയാം? അതിന് ബോയിലിംഗ് പോയിൻ്റ് എന്നാണ് പറയുക. വാതകമർദ്ദവും അന്തരീക്ഷമർദ്ദവും തുല്യമായിരിക്കും താപനിലയ്ക്ക് പറയുന്ന പേരാണ് ബോയിലിംഗ് പോയിൻ്റ്. ഓക്കെ, വാതകമർദ്ദവും അന്തരീക്ഷമർദ്ദവും അല്ലേ ഒരുപോലെ ആയിരിക്കും താപനിലയ്ക്ക് പറയുന്ന പേരാണ് ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ അടുത്തിടെ കണ്ടെത്തിയതും ഇലക്ട്രിക് വാഹനങ്ങളുടെ ഭാവിക്ക് നിർണായകവുമായ മൂലക ഉറവിടം ഏതാണ്? ഇലക്ട്രിക് വാഹനങ്ങളുടെ ഭാവിക്ക് നിർണായകമായ മൂലക ഉറവിടം ഏതാണ്? ആൻസർ ലിഥിയമാണ്. അല്ലേ? ലിഥിയം ആകുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിരമിക്കുന്നതിന് മുമ്പ് വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ എത്ര റൺസ് നേടി? വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റ് എത്ര റൺസാണ് നേടിയേക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 9230 റൺസാണ് വിരാട് കോഹ്ലി നേടിയത്. അടുത്തത്, ഇന്തോനേഷ്യയിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ തലസ്ഥാന നഗരത്തിൻ്റെ പേരെന്താണ്? ഇന്തോനേഷ്യയിൽ വരാൻ പോകുന്ന പുതിയ തലസ്ഥാന നഗരത്തിൻ്റെ പേര് എന്താണ്? നുസന്താര. അല്ലേ? കാന്താരയല്ല, നുസന്താര. നെക്സ്റ്റ് വൺ, ഈയിടെ വാർത്തകളിൽ വന്ന ബുദ്ധമത കലാരൂപം സോർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു നിശ്ചിത ഗ്രിഡ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. സോർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു നിശ്ചിത ഗ്രിഡ് ഉപയോഗിച്ചാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ ഡ്രോയിങ്ങും കളറിങ്ങും ഒരു മാറ്റവുമില്ലാതെ
ലിഖിത നിയമങ്ങൾ പാലിക്കണം. അപ്പോൾ ഈയിടെ വാർത്തകളിൽ വന്ന ആ ബുദ്ധമത കലാരൂപം ഏതാണ് അല്ലേ? അവിടെ സോർ എന്നാണ് ആ ഗിഡിൻ്റെ പേര് വരിക. ഡ്രോയിങ്ങും കളറിനും അവിടെ ലിഖിത നിയമങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം എന്നാണ്. ആ കലാരൂപം അപ്പോൾ ഏതാണ്? ബുദ്ധമത കലാരൂപം ഏതാണ്? ആൻസർ തങ്ക എന്നാണ് പറയുക. ആൻസർ തങ്ക. നെക്സ്റ്റ് വൺ, ഗംബുട്ട് സേവ്. ഗാംബുട്ട് സേവ് അല്ലേ? ഗുട്ടൻബർഗ് അല്ല, ഗാംബുട്ട് സേർ പർവ്വതനിരകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുക? ഗാംബുട്ട് സേവ് പർവ്വതനിരകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുക? എവിടെയാണത്? കിഴക്ക് അറ്റ്ലാന്റിക് ഐസ് ഷീറ്റിന് കീഴിൽ. കിഴക്ക് അറ്റ്ലാന്റിക് ഐസ് ഷീറ്റിന് കീഴിലാണ് ഗാംബുട്ട് സേവ്. കിഴക്കൻ അന്റാർട്ടിക് ഐസ് ഷീറ്റ്. ഗാംബുട്ട് സേവ് കിഴക്കൻ അന്റാർട്ടിക് ഐസ് ഷീറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗർഭപിണ്ഡത്തിൻ്റെ വികാസത്തിലെ മോശം പോഷകാഹാരം മെറ്റബോളിസത്തിലും അവയവങ്ങളുടെ പ്രവർത്തനത്തിലും ദീർഘകാല മാറ്റങ്ങൾ കാരണമാകുന്നു. ടൈപ്പ് 2 പ്രമേഹം, രക്താതിമർദ്ദം തുടങ്ങിയ രോഗങ്ങളുടെ അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്നും ഏത് സിദ്ധാന്തം സൂചിപ്പിക്കുന്നു? പോഷകാഹാരക്കുറവും മെറ്റബോളിസം, നമ്മൾ ഉപാപചയ പ്രവർത്തനം, ആഹാരം എടുക്കുന്നതും ഊർജ്ജോൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനമാണെന്ന് മെറ്റബോളിസം എന്ന് പറയുന്നത്. ആ പ്രവർത്തനങ്ങളെല്ലാം അവയവങ്ങളുടെ പ്രവർത്തനത്തിലും ഒക്കെ ദീർഘകാല മാറ്റങ്ങൾ കാരണമാകുന്നുണ്ട്. അത് ഗർഭപിണ്ഡത്തിൽ അവിടെ മറുപിള്ള അല്ലെങ്കിൽ പ്ലാസൻ്റയിലേക്ക് എത്തുന്ന ഗർഭാവസ്ഥയിൽ പ്ലാസൻ്റയിലേക്ക് എത്തുന്ന മോശം പോഷകാഹാരം അല്ലേ, അത് മെറ്റബോളിസത്തിലും അവരുടെ ആ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന ആളിൻ്റെ മെറ്റബോളിസം, അവരുടെ ഉപാപചയ പ്രവർത്തനങ്ങൾ, അവർ ഡെയിലി കഴിക്കുന്നു, ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ബാക്കി എല്ലാ പ്രവർത്തനങ്ങളിലും, അപ്പോൾ അതിൽ വരുന്ന അവയവങ്ങളുടെ പ്രവർത്തനത്തിനുമെല്ലാം ദീർഘകാല മാറ്റം കാരണമാകുന്നുവെന്നും ടൈപ്പ് 2 പ്രമേഹം, രക്താതിമർദ്ദം BP തുടങ്ങിയ രോഗങ്ങളുടെ അപകടസാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇതെന്തിനെക്കുറിച്ച് പറയുന്നു? ചുരുക്കം പറഞ്ഞാൽ ഈ പ്ലാസൻ്റയിലേക്ക് വരുന്ന ആഹാരത്തിൻ്റെ മോശാവസ്ഥ, പോഷകാഹാര കുറവുകൾ ഇതുപോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് പറയുന്ന ആ സിദ്ധാന്തം ഏതാണ് അല്ലേ? ഈ സിദ്ധാന്തമാണത് ബാർക്കർ സിദ്ധാന്തമാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരാളൊരു കൃഷിഭൂമി 420,000 രൂപയ്ക്ക് വാങ്ങുന്നു. 1/3 ഭാഗം 20% നഷ്ടത്തിലും 2 ഭാഗം 25% ലാഭത്തിലും വിൽക്കുന്നു. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് 52, അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 40 പേർ ദിവസത്തിൽ 8 മണിക്കൂർ ജോലി ചെയ്ത് 15 ദിവസത്തിനുള്ളിൽ ഒരു പാൽ നന്നാക്കാൻ കഴിയും. 30 പേർ ഒരു ദിവസം 10 മണിക്കൂർ ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കും? ആൻസർ ഓപ്ഷൻ ബി ആണ്. ചതുരാകൃതിയിലുള്ള വയലിന് ചുറ്റുമുള്ള പാതയുടെ വീതി 3.5 മീറ്ററും അതിൻ്റെ വിസ്തീർണം 105 മീറ്റർ സ്ക്വയറും ആണെങ്കിൽ മീറ്ററിന് 80 രൂപ നിരക്കിൽ വയലിന് വേലി കിട്ടുന്നതിനുള്ള ചെലവ് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്. സി 1280 രൂപ. 10നും 100നും ഇടയിലുള്ള എല്ലാ ഒറ്റസംഖ്യകളുടെയും ആകെത്തുകയെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നത് എത്രയാണ്? ആൻസർ 855. ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് വരുന്നത് ഒരു പ്രത്യേക കോഡിൽ FOUR എന്നത് 24 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതേ കോഡിൽ FIVE എങ്ങനെ എഴുതപ്പെടും? ആൻസർ ഓപ്ഷൻ ബി 32 എന്ന് എഴുതാം. നെക്സ്റ്റ് ഫോട്ടോയിൽ ഒരു പെൺകുട്ടിയെ ചൂണ്ടി സനൽ പറഞ്ഞു, അവളുടെ അമ്മയുടെ സഹോദരൻ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഏക മകനാണ്. പെൺകുട്ടിയുടെ അമ്മ സനലുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസറും ഓപ്ഷൻ എ തന്നെയാണ്, അമ്മായി എന്നറിയപ്പെടാം. നെക്സ്റ്റ് 1981 ഡിസംബർ 10 വ്യാഴാഴ്ച ആണെങ്കിൽ ആഴ്ചയിലെ ഏത് ദിവസമായിരിക്കും 1991 ഡിസംബർ 10 എന്ന് പറയുക? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ചൊവ്വാഴ്ച. നെക്സ്റ്റ് വരുന്നത് ഒരാൾ തെക്കോട്ട് 4 കിലോമീറ്റർ നടന്ന് വലത്തേക്ക് തിരിയുന്നു. 3 കിലോമീറ്റർ നടന്ന ശേഷം ഇടത്തേക്ക് തിരിഞ്ഞിട്ട് 4 കിലോമീറ്റർ നടക്കുന്നു. തുടർന്ന് അയാൾ 9 കിലോമീറ്റർ നേരെ തിരികെ പോകുന്നു. ഇപ്പോൾ അയാൾ ആരംഭിച്ച സ്ഥലത്തു നിന്നും ഏത് ദിശയിലാണ് ഉള്ളത്? വടക്ക് പടിഞ്ഞാറ് ദിശ. ഓപ്ഷൻ ഡി നമുക്ക്
ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ. നെക്സ്റ്റ്, 12 മണിക്കൂർ ക്ലോക്കിൻ്റെ കണ്ണാടിയിലെ പ്രതിബിംബം 2:35 കാണിക്കുന്നുവെങ്കിൽ യഥാർത്ഥ സമയം എന്തായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി 9:25 ആയിരിക്കും സമയം കാണിക്കുക. നെക്സ്റ്റ് വരുന്നത് ഇംഗ്ലീഷ് പോർഷൻസ് ആണ്, നോക്കാം. He abdicated his throne dash his eldest son. Fill in the blank space using phrase preposition. ഇവിടെ വരുന്ന phrase preposition ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അതായത് ഇൻ ഫേവർ ഓഫ്. ഇൻ ഫേവർ ഓഫ്, ഓപ്ഷൻ ഡി ആണ് ഇൻ ഫേവർ ഓഫ്. ഹി ആബ്ഡിക്കേറ്റഡ് ഹിസ് ത്രോൺ ഇൻ ഫേവർ ഓഫ് ഹിസ് എൽഡസ്റ്റ് സൺ. ഇൻ ഫേവർ ഓഫ് ഹിസ് എൽഡസ്റ്റ് സൺ. നെക്സ്റ്റ് വരുന്നത് ലൊക്കേറ്റ് ദ മീനിങ് ഓഫ് ദി ഇഡിയംസ് ഫ്രം ദി ഓപ്ഷൻ ഗിവൺ ബിലോ. ഇഡിയംസ് ഓഫ് ദി മീനിങ് താഴെ പറഞ്ഞതിന് നോക്കുക. അറ്റ് മൈ ഫിംഗേഴ്സ് എൻഡ്സ് ഉണ്ട് വിത്ത് എ ഹൈ ഹാൻഡ് അല്ലേ. ഇതിൻ്റെ മീനിങ്സ് ആണ് നമ്മളിവിടെ കണ്ടെത്തേണ്ടത്. ആൻസർ എന്താ വരിക? ആൻസർ ഓപ്ഷൻ സി നോക്കാം അല്ലേ. രണ്ടാമത്താണ് എൻ്റെ ആൻസർ. അതായത് നോ ഇറ്റ് തറലി ആൻഡ് ഒപ്രസീവ്ലി. നോ ഇറ്റ് തറലി ആൻഡ് ഒപ്രസീവ്ലി, അതായത് അറ്റ് മൈ ഫിംഗേഴ്സ് എൻഡ്സ് എന്നുള്ളതിൻ്റെയും വിത്ത് എ ഹൈ ഹാൻഡ് അല്ലേ എന്ന് പറയുന്നതിൻ്റെയും ആൻസർ നമുക്ക് എന്താണ്? നോ ഇറ്റ് തറലി പോസിറ്റീവ്ലി, സോറി ഒപ്രസീവ്ലി അല്ലേ. നോ ഇറ്റ് തറലി ആൻഡ് ഒപ്രസീവ്ലി ആണ് അതിൻ്റെ ആൻസർ വരിക. ആൻസർ ഓപ്ഷൻ സി ആണ് എൻ്റെ ആൻസർ കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഇൻസേർട്ട് സ്യൂട്ടബിൾ ആർട്ടിക്കിൾസ്. ദ ടു ഫ്രണ്ട്സ് അഗ്രീഡ് ടു ഡിഫർ ഡാഷ് ഡിസ്കസിങ് ദ ക്വസ്റ്റ്യൻ ഡാഷ് അബൌട്ട് എൻ അവർ. ആർട്ടിക്കിൾസ് എ ഐ ഒ എന്നുള്ള ആർട്ടിക്കിൾസില്ലേ, ആർട്ടിക്കിൾസ് ചേർക്കുക. ഇവിടെ ആർട്ടിക്കിൾസ് ആണ്, പ്രിപ്പോസിഷൻസ് ആണ് അല്ലേ. ആർട്ടിക്കിൾസ് ചേർക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. നാലാമത്തത് ആഫ്റ്ററും ഫോറുമാണ് വന്നേക്കുന്നില്ല. നോക്കാം, ഒന്ന് വായിച്ച് നോക്കാം. ശരി. ദ ടു ഫ്രണ്ട്സ് അഗ്രീഡ് ടു ഡിഫർ ആഫ്റ്റർ ഡിസ്കസിങ് ദ ക്വസ്റ്റ്യൻ ഫോർ അബൌട്ട് ആൻ അവർ. ഓക്കെ, ആഫ്റ്റർ ഡിസ്കസിങ് ദ ക്വസ്റ്റ്യൻ ഫോർ അബൌട്ട് ആൻ അവർ. ഫോർ അബൌട്ട് ആൻ അവർ. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ് ഫ്രം ബിലോ. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ് ഫ്രം ബിലോ. അതൊക്കെയാണ് സ്പെല്ലിംഗ് കറക്റ്റ് വന്നിരിക്കുന്നത് ഫസ്റ്റിലത്ത് തന്നെ, അതായത് അക്യൂസൻസ് അല്ലേ. നെക്സ്റ്റ് സെലക്ട് സിനോ ആൻറ്റോണിം ഓഫ് സ്റ്റബോൺ. സ്റ്റബോണിൻ്റെ ആൻറ്റോണിം സ്റ്റബോണിൻ്റെ ആൻറ്റോണിം എന്താണത്? ബിഡബിൾ, അതായത് ഓപ്ഷൻ ബി ബിഡബിൾ എന്നുള്ളതാണ് സ്റ്റബോണിൻ്റെ. സ്റ്റബോൺ എപ്പോഴൊക്കെ യൂസ് ചെയ്യുന്നത്. സ്റ്റബോണിൻ്റെ ഓപ്പോസിറ്റ് ബിഡബിൾ എന്നുള്ള മീനിങ് വരാം. നെക്സ്റ്റ് വരുന്നത് ഐഡൻറ്റിഫൈ ദ സിനോണിം ഓഫ് കൺസാൻ ജീനിയസ്. കൺസാൻ ജീനിയസിൻ്റെ സിനോണിം സെയിം മീനിങ് വരുന്ന സാധനം ഏതാണത് അല്ലേ? ഏതാണത്? ഓപ്ഷൻ ഡി, അതായത് 3 ഓഫ് ദി സെയിം ബ്ലഡ് ഓർ ഒറിജിൻ. കൺസാൻജീനിയസ്, ഓഫ് ദി സെയിം ബ്ലഡ് ഒറിജിനാണ് കൺസാൻജീനിയസ് നമ്മൾ പറയുക. നെക്സ്റ്റ് വൺ വേർഡ് ഫോർ എക്സ്ട്രീം ഫിയർ ഓഫ് ഗോസ്റ്റ് ആൻഡ് അതർ സൂപ്പർ നാച്ചുറൽ ബീയിങ്സ്. വൺ വേർഡ് എഴുതാൻ. എക്സ്ട്രീം ഫിയർ ഓഫ് ഗോസ്റ്റ് അല്ലേ, പിശാചിനെ എക്സ്ട്രീം ഫിയർ ആണ്, വളരെ പേടിയുണ്ട്. ആൻഡ് അതർ സൂപ്പർ നാച്ചുറൽ ബീയിങ്സ്, മറ്റ് സൂപ്പർ നാച്ചുറൽ, വളരെ പ്രകൃതിയുടെ വളരെ സൂപ്പർ നാച്ചുറൽ കാര്യങ്ങളെയും ഗോസ്റ്റിനെയും വളരെ എക്സ്ട്രീം ഫിയർ, വളരെ ഫിയറായി വരുന്ന കാര്യം നമുക്കെന്ത് പറയാം? അതായത് ഫാസ്മോഫോബിയ. ഓപ്ഷൻ ബി ആൻസർ ഫാസ്മോഫോബിയ. ഫാസ്മോഫോബിയ എന്ന് പറയാം, ഫാസ്മോഫോബിയ. നെക്സ്റ്റ് വരുന്നത് ഹി ഇൻകോഡ് വെദർ ഹിസ് നെയിം വാസ് നോട്ട് അഹമ്മദ്. ചേഞ്ച് ഡയറക്റ്റ് സ്പീച്ചിലേക്ക് അത് മാറ്റണം. സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, ഹി ഇൻകോഡ് വെദർ ഹിസ് നെയിം വാസ് നോട്ട് അഹമ്മദ്. അതിന് നമുക്ക് ഡയറക്റ്റ് സ്പീച്ചിലേക്കാണ് ഒരാൾ പറയുന്ന പോലെ നമുക്കത് മാറ്റണം. ഹി സെഡ് ടു ഹിം, ഹി ഈസ് നോട്ട് യുവർ നെയിം അഹമ്മദ്. ഈസ് നോട്ട് യുവർ നെയിം അഹമ്മദ്. നെക്സ്റ്റ് വൺ, ചൂസ് ദ കറക്റ്റ് ആൻസർ. ദ ഗൈഡൻസ് ആസ് വെൽ ആസ് ദ ലവ് ഓഫ് എ മദർ ഡാഷ് വാണ്ടിങ്. ദ ഗൈഡൻസ് ആസ് വെൽ ആസ് ദ ലവ് ഓഫ് എ മദർ ഡാഷ് വാണ്ടിങ്. അവിടെ ലവ് ഓഫ് എ മദർ, ബാക്കി ഡാഷ് വാണ്ടിങ് ഏതാണ് അവിടെ വരിക എന്നുള്ളത് ഫില്ല് ചെയ്യണം. ആൻസർ ഏതാണത്? വാസ് വാണ്ടിങ്. വാസ് എന്ന് പറയുമ്പോൾ ഇവിടെ വാസ് വരുന്നത് സി, വാസ് വാണ്ടിങ്. ഫൈനൽ ആൻസർക്ക് പ്രകാരമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഇഫ് ഓൺലി ഐ വോർ യങ് അഗെയിൻ. ഇഫ് ഓൺലി ഐ വോർ യങ് അഗെയിൻ ചേഞ്ച് ദ അബോവ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ഇൻറ്റു അസേർട്ടീവ് സെൻറ്റൻസ്. എക്സ്ക്ലമേറ്ററി അസേർട്ടീവ് ആക്കി മാറ്റി എഴുതണം അല്ലേ. മാറ്റി എഴുതുമ്പോൾ എങ്ങനെ വരും അത്? അതായത് ഓപ്ഷൻ എ ആണ് ശരി. ഐ വിഷ് ഐ വർ യങ് അഗെയിൻ. ഐ വിഷ് ഐ വർ യങ് അഗെയിൻ. The reason for expressing the speed of a computer in the unit of hertz is that.
ആൻസർ ഇറ്റ്സ് ദ നമ്പർ ഓഫ് ക്ലോക്ക് പൾസസ് പെർ സെക്കൻഡ് ജനറേറ്റഡ് ബൈ ദി ക്ലോക്ക് ജനറേറ്റർ. Option D is the answer. Next one, after a reset signal obtained by the computer, the program counter for the instruction pointer is loaded with അല്ലേ. കമ്പ്യൂട്ടർ എപ്പോഴും അതിൻ്റെ ഒരു 5 ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും ചോദിക്കാം. മസ്റ്റൻ ഗ്രേഡ് 2 എന്നൊക്കെ എക്സാം വരുമ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. ദ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് റോം ആണ്. നെക്സ്റ്റ് വൺ, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി ഫോളോയിങ് കറക്റ്റ് ഇൻ ഡിസെൻഡിങ് ഓർഡർ ഓഫ് ആക്സസ് ടൈം. ഡിസെൻഡിങ് ഓർഡർ ഓഫ് ആക്സസ് ടൈം അല്ലേ, ആക്സസ് ചെയ്യുന്നത് ഡിസെൻഡിങ് ഓർഡർ ഓഫ് ആക്സസ് ടൈം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഹാർഡ് ഡിസ്ക്, റാം, റോം, രജിസ്റ്റേഴ്സ്. അതാണ് അതിൻ്റെ അസെൻഡിങ് ചെറുതിൽ വലുതിലേക്ക് പോകുന്നു. ഡിസെൻഡിങ് എന്ന് പറയുമ്പോൾ വലുതിൽ നിന്ന് ചെറുതിലേക്ക് പോകും. അപ്പോൾ ഹാർഡ് ഡിസ്ക്, റാം, റോം, രജിസ്റ്റേഴ്സ് ആണ് ആക്സസിൻ്റെ ഡിസെൻഡിങ് ടൈപ്പ്. ഹെക്സാഡെസിമൽ നമ്പേഴ്സ് ആർ യൂസ്ഡ് ബൈ എവിടെയാണ് ഹെക്സാഡെസിമൽ നമ്പേഴ്സ്? ഓപ്ഷൻ ഡി, ബൈ ഹ്യൂമൻ ടു ഈസിലി റെപ്രസെൻറ്റ് ലാർജ് ബൈനറി കോമ്പിനേഷൻസ്. നെക്സ്റ്റ് വൺ 75. യൂണിക്കോഡ് സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിക്കോഡ് സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ നമുക്കെന്ത് പറയാം? അതായത് 16-bit കോഡ് ആൻഡ് ക്യാൻ റെപ്രസെൻറ്റ് 65536 ക്യാരക്ടേഴ്സ് അല്ലേ. 65,536 ക്യാരക്ടേഴ്സ് ആണ് 16-byte കോഡ് എന്ന് പറയും അല്ലേ. യൂണിക്കോഡ് അതാണ്. നെക്സ്റ്റ്, ലെറ്റ് ഇറ്റ് അപ്പിയർ ഹിയർ ഓൾസോ ആർ ദെയർ. വിച്ച് ഫങ്ഷൻ ഇൻ MS Word ആൻഡ് എഫക്ട്സ് ദിസ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഫോർമാറ്റ് പെയിൻറ്റിംഗ്. അടുത്തത്, സേവ് ആൻ ഓപ്ഷൻ ഇൻ ദ മെനു അല്ലേ. സേവ് ഓപ്ഷൻ ഇൻ ദ മെനു നമ്മൾ എന്ത് ചെയ്യണം? സേവ് ഓപ്ഷൻ ഇൻ ദ മെനു, സേവ് ആസ് ഓപ്ഷൻ ഇൻ ദ മെനു നമ്മൾ എന്ത് ചെയ്യും? ആൻസർ ഓപ്ഷൻ ഡി, സേവ് ദ ഫയൽ ഫസ്റ്റ് ടൈം ആൻഡ് ഗെറ്റ് ദ കോപ്പി ഫയൽ ഓഫ് ഡിഫറെൻറ്റ് നെയിം ഈസ് ഗിവൺ സെക്കൻഡ് നെയിം. ഒന്നുകൂടി, സേവ്സ് ദ ഫയൽ ഫസ്റ്റ് ടൈം ആൻഡ് ഗെറ്റ് എ കോപ്പി ഫയൽ ഇഫ് ഡിഫറെൻറ്റ് നെയിം ഈസ് ഗിവൺ സെക്കൻഡ് ടൈം. ഓക്കെ. പ്രസ്സിംഗ് കൺട്രോൾ കീ ആൻഡ് റൈറ്റ് ആരോ ഇൻ എക്സൽ വിൽ. ഓക്കെ. ആൻസർ ഓപ്ഷൻ ബി ആണ്. കഴ്സർ ഈസ് ട്രാൻസ്ഫേർഡ് ടു ലാസ്റ്റ് കോളം. സർക്കുലർ റെഫറൻസ് ഈസ് ഒക്കേർഡ് ഇൻ എക്സൽ ഡ്യൂറിങ്. ആൻസർ ഓപ്ഷൻ എ, സെയിം സെൽ അഡ്രസ്സസ് ഈസ് റെഫേർഡ് ഇൻ ദ സെൽസ് ഇക്വേഷൻ. In a PowerPoint presentation, I would like to control the order of the slides, which area presented one by one. Okay, which feature can be used? ഏത് ഫീച്ചറാണ് അവിടെ യൂസ് ചെയ്യപ്പെടുക? ആൻസർ ഒരു മിനിറ്റ്. ഓപ്ഷൻ സി, കസ്റ്റം സ്ലൈഡ് ഷോ. നെക്സ്റ്റ് വൺ, ഡേറ്റ അബ്സ്ട്രാക്ഷൻ C++ ഈസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ദ ലാംഗ്വേജ് യൂസിങ് ദ കീവേഡ് ഏതാണ്? പ്രൈവറ്റ് ആൻഡ് പബ്ലിക്. നെക്സ്റ്റ്, ദ വാല്യൂ ഓഫ് C ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് ദ എക്സ്പ്രഷൻ ദാറ്റ് C = 3 + 5/2 + 7/2 എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ ഓപ്ഷൻ സി, 8.0. നെക്സ്റ്റ് വൺ, ദ യൂസേജ് ഓഫ് CLR ഇൻ VBNet റെഫേഴ്സ് ടു എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കോമൺ ലാംഗ്വേജ് റൺ ടൈം. നല്ലവണ്ണം കമ്പ്യൂട്ടറിൻ്റെ ക്വസ്റ്റ്യൻസ് അവിടെ വന്നിട്ടുണ്ട് അല്ലേ. നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് യൂസേജ് ഇൻ VBNetൻ്റെ കറക്റ്റ് യൂസേജ്? ആൻസർ ഓപ്ഷൻ ഡി, കൺട്രോൾ റൈറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ VBNet. ദ ആൻസർ ഒബ്റ്റെയിൻഡ് ഈസ് 0. മനസ്സിലായി, കമ്പ്യൂട്ടർ നോളജ് നല്ലവണ്ണം വേണമെന്ന് തോന്നുന്നു ഇവിടെ. നെക്സ്റ്റ്, ദ ഡേറ്റാബേസ് ഡിസൈനർ ഹാസ് ക്രിയേറ്റഡ് 2 tables, namely product and stock, and he wants to restrict the entries in product codes in product table so that the entry should be allowed only if the product code exists in the stock table. How can it be implemented? ഒരു ഡേറ്റാബേസ് ഡിസൈനറുടെ പരിപാടിയാണ്. ഹാസ് ക്രിയേറ്റഡ് 2 tables, namely പ്രൊഡക്റ്റും സ്റ്റോക്കും ക്രിയേറ്റ് ചെയ്തു. ഹി വാണ്ട്സ് ടു റെസ്ട്രിക്ട് ദ എൻട്രീസ് ഇൻ പ്രോഡക്റ്റ് കോഡ്സ്. അവൻ റെസ്ട്രിക്റ്റ് ചെയ്യണമായിരുന്നു ഇൻ പ്രോഡക്റ്റ് ടേബിൾ സോ ദാറ്റ് ദ എൻട്രി ഷുഡ് ബി അലൗഡ് ഓൺലി ഇഫ് ദ പ്രോഡക്റ്റ് കോഡ് എക്സിസ്റ്റ് ഇൻ സ്റ്റോക്ക് ടേബിൾ. എൻട്രി ഷുഡ് ബി എപ്പോഴേ അലൗ ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റോക്ക് ടേബിൾ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അവിടെ എൻട്രി ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. അതാണ് അവരുടെ ആവശ്യം. ഹൗ ക്യാൻ ഇറ്റ് ബി ഇംപ്ലിമെൻറ്റഡ്? അപ്പോൾ ഇവിടെ സോ ദാറ്റ് ദ എൻട്രി ഷുഡ് ബി അലൗഡ് ഓൺലി ഇഫ് ദാറ്റ് പ്രൊഡക്റ്റ് കോഡ് എക്സിസ്റ്റ് ഇൻ ദി സ്റ്റോക്ക് ടേബിൾ. അതാണ് നമ്മളുടെ ഫാക്ട് നമ്മുടെ മനസ്സിൽ വെച്ചേക്കേണ്ടത്. ഹൗ ക്യാൻ ഇറ്റ് ബി ഇംപ്ലിമെൻറ്റഡ്? എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും? അതായത് യൂസിങ്
A referential integrity feature of the foreign key. By using a referential integrity feature of foreign key. അടുത്ത ക്വസ്റ്റ്യൻ, a new column needs to be created in an existing database table and student with the field name DOB which is date type. Identify the correct DDL query. ആൻസർ ഓപ്ഷൻ സി ആണ്. alter table student and column DOB date. alter ചെയ്താൽ മതി. having is a keyword used along with all of the, അതായത് സെലക്ട് ക്വയറീസ് ഗ്രൂപ്പ് ബൈ ക്ലോസ് ഫോർ ഗിവിംഗ് കണ്ടീഷൻസ്. ആൻസർ ഓൾ ഓഫ് ദി എബോവ് ആണ്. നെക്സ്റ്റ്, HTTP ഈസ് എ പ്രോട്ടോകോൾ യൂസ്ഡ് ഇൻ ആപ്ലിക്കേഷൻ ലെയർ. How can we create hyperlinks so that the new page opens in a new window? Answer option B, by using target attribute and setting its value as blank. അടുത്ത question, a textbook in a web page accepts phone numbers. How can I restrict the entry only to accept numbers from browser site? Answer option A, using JavaScript mode. ഇനിയുള്ളത് മലയാളം ചോദ്യങ്ങളാണ്. ദ്വിത്വസന്ധിക്ക് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ആൻസർ അതല്ല എന്നും മഴുവല്ല, അത് രണ്ട്. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ്, 800 നമുക്ക് എപ്പോഴും അറിയാവുന്നല്ലേ. ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? 1ഉം 2ഉം. ഓപ്ഷൻ സി ആൻസർ. കൈകാലും ആനക്കുതിരകളും. കൈയും കാലും അല്ലേ, ആനയും കുതിരയും ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണമാണ്. ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ. നെക്സ്റ്റ്, അരയണ്ണ എന്ന പദത്തിന് പര്യായമായി വരുന്നത് ഏതാണ്? അരയണ്ണത്തിൻ്റെ പര്യായം എന്തെന്നങ്ങ് ചോദിച്ചാൽ പോരെ. ആൻസർ 3 അല്ലേ, ഹംസം. അന്യനാൽ വളർത്തപ്പെട്ടവൾ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? അന്യനാൽ വളർത്തപ്പെട്ടവൾ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ആൻസർ എന്താണ്? 3, പരദ്രുത. പരദ്രുത. നിനക്ക് ആലോചിക്കൂ അല്ലേ. നെക്സ്റ്റ് വരുന്നത്, പ്രാചീന എന്ന പദത്തിന് വിപരീത പദം താഴെ പറയുന്നതിൽ നിന്ന് കണ്ടെത്തുക. ഞാൻ തെറ്റിച്ച ആ ക്വസ്റ്റ്യൻ, അത് ഉറപ്പായിട്ടും അറിയില്ല. പ്രാചീന എന്ന പദത്തിന് വിപരീത പദം ഏതാണ്? പ്രാചീനമൊക്കെ എളുപ്പമാണ്. പ്രാചീനത്തെ എന്താണ്? പ്രാചീനം നമുക്ക് നവീനം. ഓപ്ഷൻ എ തന്നെ ആൻസർ. പ്രാചീനം, നവീനം. അടുത്ത ക്വസ്റ്റ്യൻ, ഏട്ടിലെ പശു പുല്ല് തിന്നില്ല. ഏട്ടിലെ പശു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എന്താണ് വരുന്നത്? നമുക്ക് ഏട്ടിലെ പശു പ്രയോജനശൂന്യം അല്ലേ. പ്രയോജനശൂന്യം 3. പ്രയോജനശൂന്യം. ഏട്ടിലെ പശു പ്രയോജനശൂന്യം. അടുത്തത്, വാഗ്വാദം പിരിച്ചെഴുതുക. വാഗ്വാദം എങ്ങനെ എഴുതാൻ പറ്റും? പിരിച്ച്. വാക്ക് പ്ലസ് വാദമാണ് വാഗ്വാദം. ആൻസർ ഓപ്ഷൻ ബി ആണ്. ശരിയായ പദം ഇവിടെ ഏതാണ്? ശരിയായ പദം ഇവിടെ നമുക്ക് കൊടുത്തേക്കുന്നില്ല, ഏത് വരുന്നുണ്ട്? ആൻസർ വായനാശീലം. വായന വരുന്നില്ല, വായനശീലം. ബി ആണ് നമുക്ക് ആൻസർ. നെക്സ്റ്റ്, ശരിയായ വാക്യം ഏതാണ്? ശരിയായ വാക്യം എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കാം. വളവും തിരിവും കയറ്റവും ഇറക്കവും ക്ലേശകരവും ശ്രമകരവുമായിരുന്നു. ശരിയായ വാക്യം ഇവിടെ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം ശരിയായതാണ് അല്ലേ. ശരി. വളവും തിരിവും കയറ്റവും ഇറക്കവും ക്ലേശകരമായിരുന്നു. വളവും തിരിവും കയറ്റവും ഇറക്കവും ശ്രമകരമായ ക്ലേശകരമായിരുന്നു. അതോ 99 ഓപ്ഷൻ സി അല്ലേ. അപ്പോൾ അതല്ലത്. 2ാമത്തത് മാത്രമേ നമുക്ക് ശരി വരത്തുള്ളൂ. ഇത് ശ്രമകരമായ ക്ലേശകരം എന്നുള്ള തെറ്റല്ലേ. ഇറക്കവും രണ്ടും ഒന്ന്. ശ്രമകരവും ക്ലേശകരവും ഒന്നാണ്. അപ്പം ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ഓക്കെ. അപ്പോൾ വളവും തിരിവും കയറ്റവും ഇറക്കവും ക്ലേശകരമായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ സി നമുക്ക് മാർക്ക് ചെയ്യാം. ഓപ്ഷൻ സി ആണ് ആൻസർ. വളവും തിരിവും കയറ്റവും ഇറക്കവും ക്ലേശകരമായിരുന്നു. വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഈ ക്ലേശകരമായ ശ്രമകരമായ ക്ലേശം രണ്ടും ഒരേ മീനിങ് വരിക. സോ ഓപ്ഷൻ സി ആണ് 2ാമത്തതാണ് ശരി. നമ്പ്യാർ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം. നമ്പ്യാറിൻ്റെ സ്ത്രീലിംഗം. നമ്പ്യാർ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം എന്താണ്? നമ്പ്യാറിൻ്റെ സ്ത്രീലിംഗം എന്തായിരുന്നു? ഏതാണ്? നമ്പ്യാറിൻ്റെ സ്ത്രീലിംഗം ഉണ്ട്. നമ്പ്യാർ പെണ്ണുങ്ങൾ വരുന്ന നാടാറില്ല. നാടാർ വേറെയാണ്, നമ്പിയും വേറെ അല്ലേ. അപ്പോൾ പെണ്ണുങ്ങൾ വരുന്ന ഏതാണ്? നമ്പ്യാർ തന്നെയാണ്. ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. മുഴുവനായി കാണാൻ ശ്രമിക്കുക. താങ്ക് യു. വീണ്ടും കാണാം. ഗുഡ് ബൈ.